എന്താണ് സംഭവിച്ചതെന്ന് അവർ അവളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വാക്കുകൾക്ക് പകരം കണ്ണീരും കിതപ്പും മാത്രമാണ് പുറത്തു വന്നത്. അവൾക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഭ്രാന്ത് പിടിച്ച പോലെ അവൾ എന്തൊക്കെയോ പറയുന്നു. കാര്യം മനസ്സിലായതും അച്ഛൻ അപരിചിതൻ പോയ പിൻവാതിൽ ലക്ഷ്യമാക്കി ഓടി. എന്നാൽ അത് തുറക്കാൻ കഴിഞ്ഞില്ല. അയാൾ പുറത്തുനിന്നും വാതിൽ പൂട്ടിയിട്ടാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ഒരിത്തിരി സമയം പോലും നഷ്ടപ്പെടുത്താതെ മുൻവാതിൽ തുറന്ന് അച്ഛൻ ഇരുട്ടിലേക്ക് ഇറങ്ങി. അയാളെ തിരയുന്ന സമയം ദൂരെ എവിടെയോ ഒരു പട്ടി നിർത്താതെ കുരയ്ക്കുന്നത് കേട്ട് ആ ദിശയിലേക്ക് അച്ഛൻ അയാളെ തേടിപ്പോയി. ആരെയും സംശയാസ്പദമായി കണ്ടുകിട്ടാത്ത അച്ഛൻ തിരികെ വീട്ടിലെത്തി. ആ മഴയത്ത് അയാൾ വന്നിട്ട് ഒരു തുള്ളി വെള്ളമോ അയാളുടെ കാൽപ്പാടുകളോ വീടിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു സംശയം, അതിന് മകളുടെ തോന്നലായിരുന്നുവോ? എന്നാൽ അവൾ പറഞ്ഞു, പുറത്ത് വെള്ളം വെച്ചിരിക്കുന്ന ബാരൽ തട്ടി ഓടുന്ന ശബ്ദം ഞാൻ കേട്ടതാണ്. അതൊന്ന് പോയി നോക്കിയാലോ? അതവർ ഒന്ന് പോയി നോക്കി. വീട്ടിൽ ഒരു അപരിചിതൻ പ്രവേശിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർ ഉറപ്പുവരുത്തി. അതിനെ തുടർന്ന് അവർ വീടും പരിസരവുമൊക്കെ സെർച്ച് ചെയ്തു. മറ്റൊരു വ്യക്തി തങ്ങളുടെ വീട്ടിൽ പ്രവേശിച്ചതിനുള്ള വെറും 2 തെളിവുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. ഒന്ന്, വീടിന് പിന്നിലെ മണ്ണിൽ പതിഞ്ഞ ഒരൊറ്റ കാൽപ്പാട്. മറ്റൊന്ന് വളരെ വിചിത്രമായതാണ്. മകളുടെ റൂമിന് മുന്നിൽ ഒരു തുള്ളി രക്തം. അതേ പാറ്റേണിൽ തന്നെ അച്ഛൻ്റെ റൂമിന് മുന്നിലും ഒരൊറ്റ തുള്ളി രക്തം.